അപ്പോഴും ഞാൻ ഇന്നത്തെ ഉച്ചയൂണ് കാണിക്കാൻ പോവാണ്. റൈസുണ്ട്, എനിക്ക് പാലക്കാട്ടുകാരുടെ കറികളും അവിടുത്തെ ആചാരങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനി അറ്റത്ത് കൊല്ലത്തുള്ളതാണ് ഞാൻ. പക്ഷെ എനിക്ക് പാലക്കാട്, തൃശ്ശൂർ അങ്ങോട്ടുള്ള ആ ഭാഗത്തോട്ടുള്ള ആ സൈഡിലോട്ടുള്ള എല്ലാം കാണാനും കേൾക്കാനും അവിടുത്തെ സംസാര രീതികളും അവരുടെ ഫുഡും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മതി. അവരൊരു കറി ഉണ്ടാക്കി ഒരു പപ്പടം ഉണ്ടെങ്കിലും അതുകൊണ്ട് അവർ കഴിക്കും. എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഉള്ളപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കൂട്ടാനും മോരും പിന്നെ രസവും സാമ്പാറും മീനും കൂടെ ഒരു ചമ്മന്തിയും ഒക്കെ വെക്കുന്നതിന് എൻ്റെ അമ്മയുടെ ഒരു ശീലം. എൻ്റെ വീട്ടിലെല്ലാം എൻ്റെ കുടുംബത്തിലൊക്കെ അങ്ങനെയാണ്. 1ഉം 2ഉം കൂട്ടാനും അതൊക്കെ വെച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷെ ഈ പാലക്കാട്ട് ആ സൈഡിനോട്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു മോരൊഴിച്ച് കൂട്ടാനായി അവരെ ഊണ് കുശാലാണ്. എനിക്ക് ആ രീതിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരുപാട് ആർപ്പാടായിട്ട് നമ്മൾ വെച്ചുണ്ടാക്കി അങ്ങനെ കഴിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല, അതല്ലേ അവസ്ഥ. അപ്പൊ എനിക്ക് ഇന്നത്തെ കറി എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് പിന്നെ പാലക്കാട്ട് പറയാ തൃശ്ശൂർ ആ ഭാഗത്തുള്ള കറിയെന്ന് വെച്ചാൽ മോരിനകത്ത് കത്തിരിക്കയും മത്തങ്ങയും പിന്നെ നമ്മളെ സുക്കിനി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് ഞാനൊരു കറി വെച്ചു. മോരൊഴിച്ച് രസകാളനാണ്. പക്ഷെ അത്രത്തോളം എത്തിയില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു കറി. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ കാണാനുണ്ട് ഈ രസകാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉരുളക്കിഴങ്ങ് ബ്ലേക്ക് വരട്ടി, ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. പണ്ടേ അമ്മ വീട്ടിൽ ചോറ് കൊണ്ടുപോകാനൊക്കെ വെക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി, അത് മാത്രം മതി ചോറിന്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പാലക്കാട്ടുകാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷെ കൊല്ലംകാരിയാണ്. കൊല്ലത്തുള്ള കറികളും കൂട്ടാനും അത് ഇഷ്ടമല്ലെന്നല്ല പറയുന്നത്, പക്ഷെ പാലക്കാടിനോട് എന്തോ. അപ്പൊ ഇന്നെനിക്ക് ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി ജോലി തിരക്ക് കൊണ്ട് ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൂടെ നിൽക്കുന്നവരും ഒക്കെ നമുക്കിട്ട് പണി തരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരെയും സഹായിക്കാൻ പാടില്ല. സത്യത്തിൽ ഒരു മനുഷ്യരെ നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കാൻ പാടില്ല. എനിക്കുള്ള അനുഭവമാണ്. എനിക്ക് 1-2 അനുഭവം, 1-2 എത്ര വന്നാലും ഞാൻ പഠിക്കത്തില്ല. അത്രയും അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാലും മറ്റൊരാളെ കണ്ണ് നിറയുമ്പം എനിക്കില്ലെങ്കിൽ ഞാനെടുത്ത് കൊടുക്കും. ഞാനിവിടെ വന്നിട്ട് 8 വർഷമാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണ്.